إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فقد قال الله تعالى إن الله يأمركم أن تؤدوا الأمانات إلى أهلها وإذا حكمتم بين الناس أن تحكموا بالعدل إن الله نعم ما يعظكم به إن الله كان سميعا بصيرا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി ഞാൻ എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവന്റെ മുത്തഖികളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന പിഴവുകൾ, പോരായ്മകൾ, കുറവുകൾ അവൻ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർ, അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു സ്വർഗീയമാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, വളരെ പ്രശസ്തമായ ഒരു കഥയുണ്ട്. ആ കഥയുടെ പല വകഭേദങ്ങളും വ്യത്യസ്ത ഭാഷകളിൽ നമുക്ക് കാണാൻ കഴിയും. അതിങ്ങനെയാണ്: ഒരു നാട്ടിൽ 3 നാട്ടുരാജാക്കന്മാർ ഉണ്ടായിരുന്നു. ആ 3 പേരും ചേർന്നുകൊണ്ടാണ് ആ നാടിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു സാമ്രാജ്യം അവരിൽ 2 നാട്ടുരാജാക്കന്മാരെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളിലുള്ള ആ 3-ാമനെ ഇല്ലായ്മ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 2 പേർക്ക് കൂടി ഈ രാജ്യത്തുള്ള സ്വത്ത് വീതിച്ചെടുക്കാമായിരുന്നില്ലേ? നിങ്ങൾക്ക് കുറച്ചുകൂടി സുഭിക്ഷമായി ഈ രാജ്യത്തെ നയിക്കാൻ കഴിയും. ഇത് വളരെ കേമമായ, വളരെ നല്ല ഒരു അഭിപ്രായമായി തോന്നി ഈ നാട്ടുരാജാക്കന്മാർക്ക്. അതിന് ആ സാമ്രാജ്യ തലവൻ തന്നെ ഒരു പരിഹാരവും കൊണ്ടുവന്നു. നിങ്ങൾ കാര്യമായിട്ട് ഇതിനു വേണ്ടി പ്രയത്നിക്കേണ്ടതായിട്ടില്ല, നിങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ മാത്രം മതി, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ കുറച്ച് ദിനങ്ങൾ കഴിഞ്ഞു. തൊട്ടടുത്തുള്ള ഇതുവരെയും തങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആ നാട്ടുപ്രദേശത്ത് നിന്ന്
സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും നിലവിളികൾ ഇപ്പുറത്തവർ കേട്ടു. അതികഠിനമായി അവർ ആക്രമിക്കപ്പെട്ടു. പക്ഷേ ഈ രണ്ട് നാടുകളും രണ്ട് നാട്ടുരാജാക്കന്മാരും അത് കണ്ടെന്ന് നടിച്ചില്ല, കേട്ടതുപോലും നടിച്ചില്ല. അവർ തങ്ങളുടെ ദിനചര്യകളിലായി കഴിഞ്ഞുകൂടി. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇതേ രാജാവ് വീണ്ടും ഈ രണ്ട് നാട്ടുരാജാക്കന്മാരിൽ മറ്റൊരാളെ തേടി വന്നു. അദ്ദേഹത്തോടും മുമ്പ് പറഞ്ഞ അതേ കാര്യം പറഞ്ഞു. അവരെയും പ്രലോഭിപ്പിച്ചു. നിങ്ങൾ മാത്രം തനിച്ച് ഈ നാട് മുഴുവൻ ഭരിക്കുന്നതിനെ പറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾക്ക് സ്വതന്ത്രമായി വിഹരിക്കാം, സ്വതന്ത്രമായി എല്ലാം സ്വന്തമാക്കാം, സ്വതന്ത്രമായി നിയമങ്ങൾ നടപ്പിലാക്കാം. നിങ്ങളുടേത് മാത്രമായിട്ടുള്ളൊരു രാജ്യം. അതിൽ ആ കെണിയിൽ വീണ്ടും ആ നാട്ടുരാജാവ് അകപ്പെട്ടു പോയി. തന്നെ കൂടെ ഉണ്ടായിരുന്ന ആ നാട്ടും പ്രദേശം അതികഠിനമായി അക്രമത്തിനിരയായി. ഒരുപാട് സഹായാഭ്യർത്ഥനകൾ ഇദ്ദേഹത്തിലേക്ക് ആ നാട്ടിൽ നിന്ന് വന്നു. പക്ഷേ അതൊന്നും കേൾക്കാൻ അയാൾ കൂട്ടാക്കിയില്ല. കുറച്ചുകൂടി കാലങ്ങൾ കഴിഞ്ഞു. ഇനി ഈ അവശേഷിക്കുന്ന ആളെയും തേടി ആ സാമ്രാജ്യം കുറച്ചുകൂടി ശക്തമായി വന്നെത്തി. ആ സാമ്രാജ്യത്തിന്റെ സൈന്യത്തെ മുന്നിൽ കണ്ട സമയത്ത് ഈ അവസാനം ബാക്കിയായ തന്റെ മരണം മുന്നിൽ കണ്ട ഈ രാജാവ് പറയുന്ന ഒരു വർത്തമാനമാണ് ഈ കഥയുടെ ഒരു പ്രമേയം, അടിസ്ഥാന പ്രമേയം എന്നുള്ളത്. ആ രാജാവ് പറഞ്ഞു, യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇന്നല്ല നശിപ്പിക്കപ്പെടാൻ പോകുന്നത്, ഞങ്ങൾ ഇന്നല്ല ഇവിടെ നിഷ്കാസനം ചെയ്യപ്പെടാൻ പോകുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആദ്യത്തെ ആ നാട് ആക്രമിക്കപ്പെട്ടപ്പോൾ തന്നെ ഞങ്ങളും യഥാർത്ഥത്തിൽ അവസാനിച്ചിരിക്കുന്നു. അവർ ഈ ലോകത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ട അതേ ദിനം തന്നെ ഞങ്ങളും യഥാർത്ഥത്തിൽ നിഷ്കാസനം ചെയ്യപ്പെട്ടു. അവർ ജീവിച്ചിരിക്കുമ്പോഴേ യഥാർത്ഥത്തിൽ ഞങ്ങളും ജീവിച്ചിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു തിരിച്ചറിവ് വരാൻ ആ നാട്ടുരാജാവിന് കുറച്ച് സമയം വൈകിപ്പോയി. തിരിച്ചു പോകാൻ ഒരിക്കലും സാധ്യമാകുമായിരുന്നില്ല. സത്യത്തിൽ ഈ ഒരു കഥ എന്നത്തേതിനേക്കാളും ഏറെ പ്രസക്തമായിരിക്കുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങും വലിയ രീതിയിലുള്ള അനീതിയും അക്രമവും അതികഠിനമായ രോദനവും നമ്മുടെ കാതുകളിലേക്ക് വന്നെത്തിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ കാതുകളിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നു. കഠിനമായി നാം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കണ്ടില്ലെന്ന് നടിക്കാൻ, അത് കേട്ടില്ലെന്ന് നടിക്കാൻ. അത് നമ്മെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് നമ്മെ സ്വയം വിശ്വസിപ്പിക്കാൻ നാം ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചുറ്റുപാടും അനീതി നടമാടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അക്രമികൾ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരിൽ നിലപാട് സ്വീകരിക്കാതെ, അതിനെതിരിൽ പോരാടാൻ ഒരു മനോഭാവം പോലും വളർത്തിയെടുക്കാതെ ഒരിക്കലും ഒരു സമൂഹമായി, ആരോഗ്യകരമായ ഒരു സമൂഹമായി, സമുദായമായി നമുക്ക് ജീവിക്കാൻ കഴിയും എന്ന് നാം ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. തീർച്ചയായും നമ്മുടെ ഊഴവും വന്നെത്തും. അത് ഒരു സമയത്തിന്റെ പ്രശ്നം മാത്രമേ അവിടെയുള്ളൂ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇദാ റഅന്നാസുൽ മുൻകറ ഫലം യുഗയ്യിറു. ജനങ്ങൾ ഒരു തെറ്റ് കാണുകയും തിരുത്തപ്പെടേണ്ട ഒരു പ്രശ്നം ജനങ്ങൾ കാണുകയും അത് തിരുത്താൻ അവർ ശ്രമിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു അവരെ മുഴുവൻ നശിപ്പിക്കാൻ ഏറെ താമസം വരില്ല എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് ഒരു വിഭാഗം ഒരു സമൂഹത്തിൽ തെറ്റ് ചെയ്യുമ്പോൾ, അനീതിയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ തുടങ്ങുമ്പോൾ, ആ രൂപത്തിൽ ജീവിക്കാത്ത, ആ തിന്മയിൽ ഭാഗവത്താകാത്ത ആളുകളും എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ശിക്ഷക്ക് അർഹരാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ മൗനാനുവാദം നൽകുകയാണ് അതിനെതിരെ പ്രതികരിക്കാത്ത ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ തെറ്റിനെ ഒരു സാധാരണ വസ്തുവാക്കി അതിനെ നോർമലൈസ് ചെയ്യുന്നതിന് വലിയ ഒരു സംഭാവന നൽകുകയാണ് തങ്ങളുടെ മൗനത്തിലൂടെ അതിനെതിരിൽ പ്രതികരിക്കാത്ത, നിലപാടുകൾ സ്വീകരിക്കാത്ത ആളുകൾ ചെയ്യുന്നത്. അതിലൂടെ പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നു, വതസൂലു ഹൈബത്തുൽ ഹറാം. അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു കാര്യം അതിനെതിരെ പ്രതിരോധം തീർക്കാതെ,
അതിനെ തിരുത്താൻ ശ്രമിക്കാതിരുന്നു കഴിഞ്ഞാൽ വന്നേക്കാവുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് എന്നുള്ളത് അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യത്തിന്റെ ഗൗരവം ആളുകളിൽ ഇല്ലാതാകും. പ്രത്യേകിച്ച് വരും തലമുറകളിൽ ആ ഗൗരവം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ആ ഗൗരവം കുറക്കുന്നതിന് നാം വളരെ കൃത്യമായി നമ്മുടെ സംഭാവന നൽകിയത് കൊണ്ടാണ്, നാം കാരണക്കാരായതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തെറ്റ് ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ ആ തെറ്റിനെ തിരുത്താൻ തയ്യാറാകാത്ത ആളുകളെയും ഉൾപ്പെടുത്തിയത് എന്ന് പണ്ഡിതന്മാർ വളരെ കൃത്യമായി വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇമാം ഖുർത്തുബി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, ഇദാ ഫശൽ മുൻകർ വലം യുഗയ്യർ, ഒരു തെറ്റ്, ഒരു അനീതി, ഒരു തിരുത്തപ്പെടേണ്ട ഒരു കാര്യം അത് സമൂഹത്തിൽ വ്യാപിച്ചു, അത് മാറ്റപ്പെട്ടില്ല, അതിനു വേണ്ടിയുള്ള പ്രയത്നമുണ്ടായില്ല, ഫഖദ് അദിനന്നാസു ലില്ലാഹി ഫിൽ ഉഖൂബ, യഥാർത്ഥത്തിൽ അതിലൂടെ മനുഷ്യർ ഞങ്ങൾ ഇതാ അള്ളാഹുവിന്റെ ശിക്ഷക്ക് അർഹരാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ ശിക്ഷ ഞങ്ങളിൽ ഇറങ്ങിക്കോട്ടെ, അതിന് മനുഷ്യർ അനുവാദം നൽകുകയാണ് യഥാർത്ഥത്തിൽ അത്തരമൊരു നിലപാടിലൂടെ ചെയ്യുന്നത് എന്ന് ഇമാം ഖുർത്തുബി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ അൽ ജാമിഉ ലി അഹ്കാമിൽ ഖുർആൻ എന്ന തഫ്സീറിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, ഇദാ തറക്കൻ നാസുൽ അംറ ബിൽ മഅറൂഫ് വൻ നഹ്യ അനിൽ മുൻകർ, നന്മക്ക് വേണ്ടി നിലകൊള്ളുക, നന്മ കൽപ്പിക്കുക, തിന്മക്കെതിരിൽ നിലപാട് സ്വീകരിക്കുക, തിന്മയെ തിരുത്തുക എന്ന നമ്മുടെ ഉമ്മത്തിന്റെ മുഖമുദ്രയായ ആ സവിശേഷതയെ നാം ഉപേക്ഷിച്ചാൽ, ഒരു സമൂഹം അത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ, അതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ, നുസിഅത്തിൽ ബറകതു മിൻ അഅമാലിഹിം, അവരുടെ കർമ്മങ്ങളിൽ നിന്ന് സകല ഐശ്വര്യവും അള്ളാഹു എടുത്തു മാറ്റും, ഊരിക്കളയും എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്. പിന്നീട് അവരെന്ത് പ്രവർത്തിച്ചാലും ആ പ്രവർത്തനത്തിൽ പ്രതിഫലങ്ങൾ ഉണ്ടാവുകയില്ല എന്നതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ എന്നതാണ് ഈ സമൂഹത്തിന്റെ ഒരു ചാലക ശക്തിയായി മാറേണ്ടത്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നു, വസുല്ലിത അലൈഹിം ശറാറുഹും, ആ രൂപത്തിലുള്ള നിലപാടുമായി ഒരു സമൂഹം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവരിലെ ഏറ്റവും മോശക്കാർക്ക് അള്ളാഹു അവരുടെ ആധിപത്യം നൽകുന്നതാണ്. അവസാനം എല്ലാം കൈവിട്ടു പോകും. സുമ്മ യദഊന ഫലാ യുസ്തജാബു ലഹും, പിന്നീട് അവരുടെ പ്രാർത്ഥന പോലും അള്ളാഹു കേൾക്കാൻ തയ്യാറാവുകയില്ല എന്ന് വളരെ പ്രസിദ്ധനായ പണ്ഡിതൻ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയായിരിക്കണം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ശപിക്കപ്പെട്ട ഒരു സമൂഹത്തെ നമുക്ക് പരിചയപ്പെടുത്തി നൽകുന്നുണ്ട്. ലുഈനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മർയം, പ്രവാചകന്മാരുടെ നാവിലൂടെ ബനൂ ഇസ്രായേലിൽപ്പെട്ട നിഷേധികളായ ഒരു സമൂഹം ശപിക്കപ്പെട്ടിരിക്കുന്നു, അവരുടെ മേൽ ശാപം വർഷിച്ചിരിക്കുന്നു. എന്തേ കാരണം? കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലു, അവർ തെറ്റ് ചെയ്തു എന്നതായിരുന്നില്ല കാരണം, മറിച്ച് ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലു, അവർ ചെയ്തുകൊണ്ടിരുന്ന തിന്മകളെ അവർ പരസ്പരം തിരുത്തിയിരുന്നില്ല എന്നതായിരുന്നു അവർ ശപിക്കപ്പെടാനുണ്ടായ കാരണം. അഥവാ നേരത്തെ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറഞ്ഞു വെച്ചതുപോലെ, മറ്റു പണ്ഡിതന്മാർ പറഞ്ഞു, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു വെച്ചതുപോലെ, അവരിൽ നിന്ന് സകല ഐശ്വര്യം ഊരിമാറ്റപ്പെട്ടു, പകരം അവിടെ ശാപം ഇറങ്ങുകയും ചെയ്തു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമ്മെ ഉണർത്തിയത്, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വ തൻഹൗന അനിൽ മുൻകർ. നമ്മുടെ ഒരു സമൂഹം എന്ന നിലക്ക്, സമുദായം എന്ന നിലക്ക് നാം ഖൈർ ഉമ്മത്താകുന്നത്, നമ്മുടെ സമൂഹത്തിലെ എല്ലാ ഖൈറുകളും നിലനിൽക്കുന്നത് ഈ സത്യത്തെ, നല്ലതിനെ കൽപ്പിക്കുക, നന്മക്ക് വേണ്ടി നിലകൊള്ളുക, തിന്മ കണ്ടാൽ അതിനെ വിരോധിക്കുക, അതിനെ തടയുക എന്ന ആ ഒരു സംവിധാനത്തിലൂടെ മാത്രമേ നമ്മുടെ ഖൈറിയത്ത് ഇവിടെ നിലനിൽക്കുകയുള്ളൂ എന്ന് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചത്. ഇന്ന് നമ്മുടെ ചുറ്റും അനീതി വ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാം, ഇസ്ലാം ഒരർത്ഥത്തിലും വെച്ചുപുറപ്പിക്കാത്ത, ദീൻ ഒരർത്ഥത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്ത രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ശിർക്കാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. മറ്റൊന്ന് ദുൽമാണ്, അനീതിയാണ്, അക്രമമാണ്. അതിന് ഒരർത്ഥത്തിലുള്ള സ്ഥാനവും വിശുദ്ധ ഇസ്ലാമിൽ നമുക്ക് കാണാൻ കഴിയുകയില്ല. ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അണുമണി തൂക്കം പോലും ദുൽമ ചെയ്യുകയില്ല, അനീതി ചെയ്യുകയില്ല എന്ന് ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. ഒരു ഖുദ്സിയായ ഹദീസിൽ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഖുദ്സിയായ ഹദീസിൽ ഇങ്ങനെ കാണാം, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, യാ ഇബാദി, എന്റെ അടിയാറുകളെ, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, ഞാൻ എന്റെ നഫ്സിന്റെ മേൽ, ഞാൻ എന്റെ മേൽ അനീതിയെ നിരോധിച്ചിരിക്കുന്നു, ഹറാമാക്കിയിരിക്കുന്നു, ദുൽമിനെ ഹറാമാക്കിയിരിക്കുന്നു. വജഅൽതുഹു ബൈനകും മുഹറമ, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കിടയിലും അതിനെ ഹറാമാക്കിയിരിക്കുന്നു, നിങ്ങൾക്കും അത് ഞാൻ നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഫലാ തദാലമു, അതുകൊണ്ട് നിങ്ങൾ പരസ്പരം ദുൽമ ചെയ്യരുത്, അക്രമം ചെയ്യരുത്, അനീതി പ്രവർത്തിക്കരുത്.
പ്രവാചകന്മാരുടെ ദൗത്യത്തെ സംബന്ധിച്ച്, അതിന്റെ ലക്ഷ്യത്തെ സംബന്ധിച്ച് സൂറ ഹദീദിൽ കാണാം, ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത് വഅൻസൽനാ മഅഹുമുൽ കിതാബ വൽ മീസാൻ. നാം ദൂതന്മാരെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചു. എന്തുമായിട്ടാണ് പറഞ്ഞയച്ചത്? ബിൽ ബയ്യിനാത്ത്, ആളുകളെ നേർമാർഗത്തിലേക്ക് നയിക്കാൻ പോന്ന കൃത്യമായ തെളിവുകളുമായി, വൽ കിതാബ്, അവർക്ക് മാർഗദർശനത്തിന് ആവശ്യമായ വേദഗ്രന്ഥവുമായി നാം അവരെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചു. അത് മാത്രമല്ല, ആ പ്രവാചകന്മാർക്ക് കൈമുതലായി നാം നൽകിയത് മറിച്ച് വൽ മീസാൻ, ഒരു ത്രാസും നാം അവർക്ക് നൽകി. സത്യത്തിന്റെയും നീതിയുടെയും ഏറ്റവും വലിയ പ്രതീകമാണ് ത്രാസ് എന്നുള്ളത്, തുലാസ് എന്നുള്ളത്. എന്തിനാണ് ഇതൊക്കെയും നാം പ്രവാചകന്മാർക്ക് നൽകിയത്? ലിയഖൂമന്നാസു ബിൽ ഖിസ്ത്. അവരുടെ അധ്യാപനത്തിലൂടെ, ഇതുപയോഗിച്ചുള്ള പരിശീലനത്തിലൂടെ ഒരു സമൂഹത്തെ വാർത്തെടുക്കാനാണ്. ആ സമൂഹം ലിയഖൂമന്നാസു ബിൽ ഖിസ്ത്, അങ്ങനെ ആ സമൂഹം നീതിയിൽ അധിഷ്ഠിതമായി നിലകൊള്ളുന്നവരായി മാറുക എന്നതത്രേ ഈ പ്രവാചകന്മാരുടെ ഏറ്റവും വലിയ ദൗത്യം, അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് സൂറ ഹദീദിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു വെച്ച് നൽകാണ്. പ്രവാചകന്മാരെ പല രൂപത്തിൽ ഖുർആൻ വിശേഷിപ്പിക്കുകയും നിർവചിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലദീന യഅ്മുറൂന ബിൽ ഖിസ്ത് മിനന്നാസ്. പ്രവാചകന്മാരെ പരിചയപ്പെടുത്തുന്ന ഒരു വിശേഷണം, അവർ യഅ്മുറൂന ബിൽ ഖിസ്ത് മിനന്നാസ്, ജനങ്ങളിൽ നീതി കൽപ്പിക്കുന്ന ആളുകളാണ്, നീതി സ്ഥാപിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ആളുകളാണ് എന്നതാണ് പ്രവാചകന്മാരുടെ ഒരു പ്രത്യേകതയായി ഖുർആൻ പലയിടങ്ങളിലും ആവർത്തിച്ചായിട്ട് നമുക്ക് കാണാൻ കഴിയുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും അതുകൊണ്ട് തന്നെ വളരെ പ്രത്യേകമായി ഈ അർത്ഥത്തിൽ നീതിയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ, ആ അർത്ഥത്തിലുള്ള ഒരു സമൂഹത്തെ സ്ഥാപിച്ചെടുക്കാൻ പല ഇടങ്ങളിലായി ഖുർആൻ കൽപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. യാ അയ്യുഹർ റസൂൽ, ഓ റസൂലേ, ലാ യഹ്സുൻകല്ലദീന യുസാരിഊന ഫിൽ കുഫ്ർ. അല്ലാഹുവിനോടുള്ള നിഷേധത്തിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന മുനാഫിഖുകളെ സംബന്ധിച്ചും യഹൂദരിലുള്ള ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കളെ സംബന്ധിച്ചും സൂറ മാഇദയിലെ 41, 42 ആയത്തുകൾ വിവരിക്കവേ അല്ലാഹു പറയാണ്, സമ്മാഊന ലിൽ കദിബി അക്കാലൂന ലിസ്സുഹ്ത്. അവർ കളവ് ചെവിയോർത്ത് കേൾക്കുന്ന ആളുകളാണ്, അവർ അല്ലാഹു നിഷിദ്ധമാക്കിയത് കഴിക്കുന്ന ആളുകളാണ്, തുടങ്ങി അവരുടെ വളരെ മോശപ്പെട്ട ചില ദുർഗുണങ്ങൾ പറഞ്ഞതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയാണ്, ഫഇൻ ജാഊക ഫഹ്കും ബൈനഹും ഔ അഅ്റിദ് അൻഹും. റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വല്ല വിധി തീർപ്പിന് വേണ്ടി വിധി തേടിക്കൊണ്ട് അവർ വരികയാണെങ്കിൽ 2 ഓപ്ഷനുകളാണ് താങ്കൾക്കുള്ളത്. ഒന്നുകിൽ താങ്കൾക്ക് വിധി കൽപ്പിക്കാം, അതല്ലെങ്കിൽ അവരിൽ നിന്ന് അവരെ അവഗണിക്കാം. എന്നാൽ വഇൻ ഹകംത, ഇനി വിധി കൽപ്പിക്കാനാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അവർക്കിടയിൽ വിധി തീർപ്പ് കൽപ്പിക്കാനാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫഹ്കും ബൈനഹും ബിൽ ഖിസ്ത്, അവരുടെ ആ ദുർഗുണങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് ഒരു മുൻ വിധിയോടുകൂടിയുള്ള ഒരു വിധിയായിരിക്കരുത് താങ്കൾ പുറപ്പെടുവിക്കേണ്ടത്. മറിച്ച് ഇത്ര മോശപ്പെട്ട ആളുകളാണെങ്കിലും ഫഹ്കും ബൈനഹും ബിൽ ഖിസ്ത്, അങ്ങേയറ്റം നീതിപൂർവമേ താങ്കൾ അവർക്കിടയിൽ വിധി തീർപ്പ് കൽപ്പിക്കാൻ പാടുള്ളൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു ഉണർത്തുകയാണ്. പ്രവാചകന്റെ നുബുവത്തിന്റെ ഒരു രത്ന ചുരുക്കം എന്താണ്, പ്രവാചകന്റെ നുബുവത്തിന്റെ ആകത്തുക എന്ന് വിശദീകരിക്കുന്ന ഒരു ആയത്താണ് സൂറ ശൂറയിലെ 15-ാം വചനം. ഫലിദാലിക ഫദ്ഉ, റസൂലേ താങ്കൾ ഒന്നാമത്തെ ഉത്തരവാദിത്തം പ്രബോധനമാണ്. വസ്തഖിം കമാ ഉമിർത, രണ്ടാമത്തേത് താങ്കൾ കൽപ്പിക്കപ്പെട്ടതുപോലെ അടിയുറച്ചു നിൽക്കലാണ്. വലാ തത്തബിഅ അഹ്വാഅഹും, അതുപോലെ മറ്റുള്ളവരുടെ തന്നിഷ്ടങ്ങളെ താങ്കൾ പിൻപറ്റരുത്. വഖുൽ ആമൻതു ബിമാ അൻസലല്ലാഹു മിൻ കിതാബ്, അങ്ങനെ താങ്കൾ പ്രഖ്യാപിക്കണം, ആമൻതു ബിമാ അൻസലല്ലാഹു മിൻ കിതാബ്, അല്ലാഹു അവതരിപ്പിച്ച ഈ ഗ്രന്ഥത്തിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. വ ഉമിർതു ലിഅഅദില ബൈനക്കും, എന്ന് മാത്രമല്ല അതിനുശേഷം താങ്കൾ കൽപ്പിക്കേണ്ടത് വ ഉമിർതു ലിഅഅദില ബൈനക്കും, നിങ്ങൾക്കിടയിൽ നീതി സ്ഥാപിക്കാൻ ഞാനിതാ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് റസൂലെ താങ്കൾ പ്രഖ്യാപിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. പ്രവാചകന്റെ നുബുവത്തിന്റെ വലിയ ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒരു ലക്ഷ്യമാണ് നീതിപൂർവം വർത്തിക്കുക, ആ അർത്ഥത്തിൽ ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളത്. ഖുൽ അമറ റബ്ബി ബിൽ ഖിസ്ത്, മറ്റൊരു ആയത്തിൽ കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, റസൂലെ താങ്കൾ പറയുക, അമറ റബ്ബി ബിൽ ഖിസ്ത്, എന്നോട് എന്റെ റബ്ബ് കൽപ്പിച്ചിരിക്കുന്നത് ബിൽ ഖിസ്ത്, നീതിപൂർവം വർത്തിക്കാനാണ് എന്നോട് എന്റെ റബ്ബ് കൽപ്പിച്ചിരിക്കുന്നത്. വഅഖീമു വുജൂഹക്കും ഇൻദ കുല്ലി മസ്ജിദിൻ വദഊഹു മുഖ്ലിസീന ലഹുദ്ദീൻ, തുടർന്ന് നമസ്കാരത്തെ സംബന്ധിച്ചും നമസ്കാരം കൊണ്ടും എന്നെ കൽപ്പിച്ചിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ അല്ലാഹു പറയാണ്. അപ്പോൾ നമസ്കാരത്തിലേക്ക് ചേർത്തുകൊണ്ട്, വിശ്വാസത്തിലേക്ക് ചേർത്തുകൊണ്ട്, തൗഹീദിലേക്ക് ചേർത്തുകൊണ്ട്
ഈ നീതിയെ ചേർത്ത് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് എത്രമാത്രം ഗൗരവപ്പെട്ട കാര്യമാണ് യഥാർത്ഥത്തിൽ നീതിക്ക് വേണ്ടി നിലകൊള്ളുക. ഇസ്ലാമിൽ നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുക, അനീതിക്കെതിരിൽ, അധർമ്മങ്ങൾക്കെതിരിൽ, അനാചാരങ്ങൾക്കെതിരിൽ, ദുൽമിനെതിരിൽ, അക്രമത്തിനെതിരിൽ നിലപാട് സ്വീകരിക്കുക എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസവുമായി എത്രമാത്രം അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ് എന്ന് നാം വളരെ കൃത്യമായി ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലേക്ക് ഒരു കേസ് വരാണ്. കേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരാതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഉണ്ടായിരുന്ന ഒരു ജൂത ഗോത്രം, ബനു ഖൈനുഖാ ഗോത്രം, ആ ഗോത്രം അതിസമ്പന്ന ഗോത്രമാണ്. അവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണ കടകളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് ഈ ഗോത്രമായിരുന്നു. അവരായിരുന്നു ഉടമപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ആ ഒരു ആളുകളിലേക്ക്, അവരുടെ ഒരു കച്ചവട സ്ഥാപനത്തിലേക്ക് വിശ്വാസിനികളിൽപ്പെട്ട ഒരു സ്ത്രീ പോവുകയാണ്. ഹിജാബിന്റെ ആയത്ത് അവതരിച്ചതിന് ശേഷമാണ് ഈ സംഭവം. ഹിജാബ് ധരിച്ചുകൊണ്ട് അവിടെ എത്തിയ സ്ത്രീയെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ ജൂതരായ ആളുകൾ അവരെ അവഹേളിക്കണമെന്ന് തീരുമാനിച്ചു. ഹിജാബ് മാറ്റാൻ ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായും അവരിതിന് തയ്യാറാവുകയില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഇവരെ ഒന്ന് പരിഹസിച്ചേക്കാം. അങ്ങനെ ആ ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തി അവരവിടെ ഇരുന്ന സമയത്ത് ആ സ്ത്രീയുടെ വസ്ത്രമെടുത്ത് അതിന്റെ ഒരു അറ്റം മറ്റൊരു കുന്തമുനയിൽ ചേർത്ത് കെട്ടി. ഇതറിയാതെ അവരവിടെ നിന്ന് എഴുന്നേറ്റപ്പോൾ അവരുടെ ഔറത്ത് വെളിവാക്കപ്പെട്ടു. ഇത് കണ്ടവർ ആർത്ത് കരഞ്ഞപ്പോൾ അതിലൂടെ നടന്നു പോവുകയായിരുന്ന ഒരു വിശ്വാസി ഇത് കണ്ട് ഓടിച്ചെന്ന് അതിന് നേതൃത്വം കൊടുത്തിരുന്ന ആളുകൾക്കെതിരെ അതിശക്തമായി പ്രതികരിച്ചു, ആക്രമിച്ചു. എല്ലാ ആളുകളും ഒരുമിച്ച് കൂടി ഈ വിശ്വാസിയായ യുവാവിനെ അടിച്ച് കൊന്നുകളഞ്ഞു. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഈ കേസ് എത്തിയപ്പോൾ ഈ ഗോത്രം മുഴുവൻ ഈ തെറ്റിനെ ന്യായീകരിക്കുകയും വളരെ പരുഷമായി, മോശമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. നിങ്ങൾക്ക് ഞങ്ങൾ അറിയില്ല, ഞങ്ങൾ ഖുറൈശികളല്ല, ഇത് ബദറല്ല എന്നൊക്കെ പറഞ്ഞ് വളരെ പരിഹാസപൂർവ്വം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ചതായിട്ട് കാണാം. എന്തായിരുന്നാലും അതിന്റെ അവസാനം പ്രവാചകൻ എത്തുന്ന ഒരു തീർപ്പ് എന്നുള്ളത് ഈ ഗോത്രത്തെ മുഴുവൻ മദീനയിൽ നിന്ന് നാട് കടത്തുക എന്ന ഒരു തീർപ്പാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെടുവിച്ചത്. അതാരും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്ന് മാത്രമല്ല, മുനാഫിഖീങ്ങളുടെ ഏറ്റവും വലിയ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിനെ പോലുള്ള ആളുകൾ പ്രവാചകന്റെ അടുക്കലേക്ക് താണുകയാണ്, അപേക്ഷിക്കുന്നുണ്ട് ഈ ഒരു വിധി ഒന്ന് മാറ്റാൻ. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരർത്ഥത്തിലും അതിന് തയ്യാറാകുന്നില്ല. കാരണം ഇവിടെ വലിയൊരു അനീതി നടപ്പിലാക്കപ്പെട്ടു. ആ ഒരു അനീതിക്ക് ഒരു സ്ത്രീ ഇരയായി എന്ന് മാത്രമല്ല, അതിനുവേണ്ടി ആളുകൾ വാദിക്കുകയും ഒരുമിച്ച് കൂടുകയും ചെയ്തു. അതൊരിക്കലും മദീനയിൽ വെച്ചു പുറപ്പിക്കാൻ സാധിക്കുന്നതല്ല എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറച്ച നിലപാടെടുക്കുകയായിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇന്ന് എത്ര നമ്മുടെ സഹോദരിമാരുടെ മാനവും ഇസ്സത്തും വളരെ പരസ്യമായി ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അവകാശങ്ങൾ ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അന്ന് അവിടെ പ്രതികരിച്ചതുപോലുള്ള ഒരു സഹാബിയെ ഇന്ന് നമുക്ക് എവിടെയും കാണുക സാധ്യമല്ല. എന്തായിരുന്നാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എടുത്ത നിലപാടിന്റെ കാരണം ഈ രൂപത്തിലുള്ള തിന്മകൾ, അതല്ലെങ്കിൽ അനീതി, അത് ഒരു സമൂഹത്തിൽ വെച്ചു പുറപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് സമൂഹത്തിലേക്ക് വ്യാപിക്കുകയും ഒരു സമൂഹത്തെ മുഴുവൻ അത് നാശമാക്കി കളയുകയും തകർത്ത് കളയുകയും ചെയ്യും എന്ന ആ കൃത്യമായ ധാരണയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ഗോത്രത്തെ മുഴുവൻ മദീനയിൽ, ഇതൊരൊറ്റ സംഭവം മാത്രമല്ലേ, എന്തിനാണ് അതിന്റെ പേരിൽ നാട് കടത്തുന്നത് എന്ന് ആരും ചോദിച്ചില്ല. കാരണം അത് അത്രമാത്രം ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് എന്നാണ് ഈ ഒരു പ്രവൃത്തിയിലൂടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. മുഅ്മിനീങ്ങളോട് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നതും ഇതേ കൽപ്പന തന്നെയാണ്. പ്രവാചകനോട് എന്താണോ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത് അതേ കൽപ്പന തന്നെ മുഅ്മിനീങ്ങളോട് കൽപ്പിക്കുന്നതായിട്ട് കാണാം. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനന്നാസി അൻ തഹ്കുമു ബിൽ അദ്ൽ. നിങ്ങൾ ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ നീതിപൂർവം മാത്രം വിധി കൽപ്പിക്കുക എന്ന് മുഅ്മിനീങ്ങളെ മുഴുവൻ വിളിച്ചുകൊണ്ട് അള്ളാഹു കൽപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത്. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകളാവുക. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു. ഒരു സമൂഹത്തോടുള്ള അമർഷം, ഒരു സമൂഹത്തോടുള്ള വിദ്വേഷം, ഒരു സമൂഹത്തോട് നിങ്ങൾക്കുള്ള ഒരു മുൻവിധി, അത് അവരോട് അനീതി കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. നീതിയെ സംബന്ധിച്ച് ഇതിലും അതുല്യമായ ഏത് പാഠമാണ്, എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക? എത്ര തന്നെ നിങ്ങൾ ദുൽമ ചെയ്യപ്പെട്ടാലും, എത്ര തന്നെ നിങ്ങളോട് അനീതി കാണിക്കപ്പെട്ടു കഴിഞ്ഞാലും, എത്ര തന്നെ നിങ്ങൾ ആക്രമണത്തിന് ഇരകളാക്കപ്പെട്ടാലും, നിങ്ങൾ
നിങ്ങൾ നീതി പാലിക്കുന്ന ആളുകളെ ആകാൻ പാടുള്ളൂ, നിങ്ങൾ അത് കണ്ട് തിരികെ അനീതി കാണിക്കുന്ന ആളുകളായിട്ട് മാറരുത് എന്ന് വലിയൊരു പാഠം വിശ്വാസി സമൂഹത്തിന് അള്ളാഹു നൽകുകയാണ്. എന്നിട്ട് അള്ളാഹു കൽപ്പിക്കുകയാണ്, അത് അഖ്റബുലി തഖ്വ, അതാണ് തഖ്വയോട് ഏറ്റവും അടുത്തിരിക്കുന്നത്, അതാണ് തഖ്വയുടെ മാർഗം എന്നുള്ളത്. നീതിയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് തഖ്വയുടെ മാർഗം. ഓരോ വെള്ളിയാഴ്ചകളിലും ഖുത്ബ ആരംഭിക്കുന്നത് തന്നെ തഖ്വയെ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ടാണ്. ആ ഖുത്ബ അവസാനിക്കുമ്പോൾ സൂറ നഹ്ലിലെ ഒരു ആയത്ത് പാരായണം ചെയ്തുകൊണ്ടാണ് ഖത്തീബുമാർ ഖുത്ബ അവസാനിപ്പിക്കുക. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. ആ ആയത്ത് ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്. അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു, അള്ളാഹു വിശ്വാസികളോട് മുറുകെ പിടിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് ആദ്യമേ പറയുന്നത്, അൽ അദ്ലു വൽ ഇഹ്സാൻ. ഒന്ന് ഇഹ്സാനാണ്, മറ്റൊന്ന് അദ്ലാണ്. ഒന്ന്, നിങ്ങൾ നീതിപൂർവ്വം വർത്തിക്കണം. അങ്ങനെ നീതിപൂർവ്വം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിങ്ങളോട് അനീതി ചെയ്ത ആളുകളോടും നിങ്ങൾക്ക് നീതിപൂർവ്വം വർത്തിക്കേണ്ടതായിട്ട് വരും. അവിടെ ഇഹ്സാൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ ആഴ്ച തോറും നാം ഉണർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ നീതി മുറുകെ പിടിക്കുക, നിങ്ങൾ സത്യത്തിന്റെ കൂടെ നിൽക്കുക, നിങ്ങൾ ധർമ്മത്തിന്റെ കൂടെ നിങ്ങൾ നിൽക്കുക, നിങ്ങൾ നന്മയുടെ പക്ഷത്തായിരിക്കുക, നിങ്ങൾ അനീതിക്കെതിരിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുക, നിങ്ങൾ ഇഹ്സാനുള്ളവരാവുക എന്ന് ഇങ്ങനെ ഉണർത്തപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഈ ഒരു സമൂഹം എത്രമാത്രം ഈ വിഷയത്തിൽ ഗൗരവം പുലർത്തുന്നുണ്ട് എന്ന് നാം ഓരോരുത്തരും നമ്മെ പറ്റി ആലോചിക്കേണ്ടതായിട്ടുണ്ട്. നീതിയുടെ പക്ഷത്ത് നിന്നതിന്റെ പേരിൽ, സത്യത്തിന്റെ കൂടെ നിന്നതിന്റെ പേരിൽ നാം ഒറ്റപ്പെട്ടാലും, നാം പരിഹസിക്കപ്പെട്ടാലും, നാം കുടുംബത്തിൽ ഒറ്റപ്പെട്ടാലും അതൊന്നും ഒരു പ്രശ്നമായിട്ട് നാം മനസ്സിലാക്കരുത്. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ് വലൗ അലാ അൻഫുസികും. നിങ്ങൾ നീതിപൂർവ്വം വർത്തിച്ചതിന്റെ പേരിൽ അത് നിങ്ങൾക്ക് തന്നെ വിനയായാലും, വലൗ അലാ അൻഫുസികും, അത് കാരണം നിങ്ങൾക്ക് തന്നെ നഷ്ടം വന്നാലും നിങ്ങൾ അവിടെ നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ അനീതിയുടെ പക്ഷത്തുള്ളത് ഏറ്റവും അടുത്ത ബന്ധുക്കളാണെങ്കിലും, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണെങ്കിലും, ഏറ്റവും അടുത്ത മിത്രങ്ങളാണെങ്കിലും അവിടെ നീതിയുടെ പക്ഷത്താണ് നിങ്ങൾ നിൽക്കേണ്ടത്, നിങ്ങളുടെ അടുപ്പക്കാരുടെ പക്ഷത്തല്ല. അതുകൊണ്ടാണ് അവിൽ വാലിദൈനി വൽ അഖ്റബീൻ, നിങ്ങൾ നീതിയുടെ പക്ഷത്ത് നിലയുറപ്പിക്കുമ്പോൾ നിങ്ങൾ എതിർക്കേണ്ടി വരുന്നത് നിങ്ങളുടെ മാതാപിതാക്കളെ ആണെങ്കിൽ പോലും, അവരുടെ താല്പര്യങ്ങൾക്കെതിരാണെങ്കിൽ പോലും, കുടുംബാംഗങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരാണെങ്കിൽ പോലും നിങ്ങൾ സത്യത്തിന്റെ പക്ഷത്തെ നിൽക്കാവൂ എന്ന് അള്ളാഹു വിശ്വാസ സമൂഹത്തെ ഉണർത്തിയിരിക്കുന്നത്. ഒരിക്കൽ മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ ഒരു പരാതി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് എത്താണ്. മഖ്സൂം ഗോത്രം എന്നുള്ളത് വളരെ പ്രസിദ്ധമായ, വളരെ സമ്പന്നമായ, വലിയ തറവാടിത്തമുള്ള ഒരു ഗോത്രമാണ്. ആ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ, ഫാത്തിമ ബിൻതുൽ അസ്വദ് എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഒരു മോഷണം നടത്തി പിടിക്കപ്പെട്ടു. അത് തെളിയിക്കപ്പെടുകയും ചെയ്തു. പക്ഷേ വളരെ ഉന്നതമായ, മാന്യമായ ഒരു കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഒരു കേസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുടുംബക്കാർക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. ആളുകൾക്കിടയിൽ ഞങ്ങളുടെ വലിയൊരു പേരുദോഷം അത് വരുത്തും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന് ഈ ഒരു തെറ്റിന് ഒരു ഇളവ്, ശിക്ഷക്ക് ഒരു ഇളവ് വേണം അവർ ആഗ്രഹിച്ചു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ ഒരു സഹാബിയാണ് ഉസാമത്ത് ബിൻ സെയ്ദ്. ഉസാമത്ത് ബിൻ സെയ്ദിനെ സമീപിച്ചുകൊണ്ട് അവർ ഈ കാര്യം ആവശ്യപ്പെട്ടു. ഉസാമത്ത് ബിൻ സെയ്ദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോയിട്ട് ഈ കാര്യം പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം വിവരണമായി. ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഹിബ്ബുൻ നബി എന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ച ഏറ്റവും പ്രിയങ്കരനായ ഒരു സഹാബിയാണ് എന്നോട് ഇത് പറയുന്നതെങ്കിലും, പക്ഷെ ആ പറഞ്ഞ കാര്യം കേട്ടപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം വിവരണമായി. അദ്ദേഹം ചോദിച്ചു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ എന്നോട് ശുപാർശ ചെയ്യുകയാണോ അള്ളാഹുവിന്റെ നിയമത്തിന്റെ കാര്യത്തിൽ? അള്ളാഹുവിന്റെ നിയമത്തിന്റെ വിഷയത്തിൽ എങ്ങനെയാണ് നീ എന്നോട് ശുപാർശ ചെയ്യുക? ശേഷം ആ കാര്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളെ പള്ളിയിലേക്ക് ക്ഷണിച്ചു. ജനങ്ങളെ പള്ളിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുതുബ നടത്താണ്. പ്രവാചകൻ പറഞ്ഞു, ഇന്നമ അഹ്ലകൻ അല്ലദീന ഖബലക്കും, നിങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞുപോയ ഒരു സമൂഹം നശിക്കാനുണ്ടായ കാരണം അവർക്കിടയിൽ ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, അവരേറ്റവും സമ്പന്നരാണെങ്കിൽ, അവരേറ്റവും ഉന്നത കുടുംബത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവരോട് ഒരു നിയമവും, പാവങ്ങളാണെങ്കിൽ, ആരാരുമില്ലാത്ത ആളുകളാണെങ്കിൽ അവരോട് മറ്റൊരു നിയമവും സ്വീകരിക്കപ്പെടുമായിരുന്നു. ആ ഒരു രീതി കാരണമാണ്, ആ ഒരു നിലപാട് കാരണമാണ്, അഥവാ രണ്ട് നിയമം രണ്ട് നീതി എന്നൊരു നിലപാട് കാരണമാണ് നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമൂഹങ്ങളൊക്കെയും നശിച്ചു പോയത്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് പ്രഖ്യാപിച്ച പ്രസിദ്ധമായ വാക്കാണ്, ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സരിഖത് ഫഖതഅതു യദഹാ, മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് ഈ തെറ്റ് ചെയ്തതെങ്കിലും ഞാൻ അവളിൽ ശിക്ഷ നടപ്പാക്കും എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസിദ്ധമായ വാക്യം ഈ ഒരു സാഹചര്യത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഇത്രമാത്രം ഗൗരവപ്പെട്ടൊരു വിഷയം വളരെ നിസ്സാരമായ ഒരു കാര്യമായിട്ട് നമ്മുടെ ചുറ്റും ഇന്ന് നടപ്പാക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്, വ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അബ്ദുല്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു അൻഹു ഖൈബറിൽ ചുങ്കം പിരിക്കാൻ പ്രവാചകൻ നിയമിച്ച ഒരു സഹാബിയാണ് അബ്ദുല്ലാഹ് ബിൻ റവാഹ. ജൂതരായ ആളുകൾ ഖൈബറിൽ വെച്ച് കൃഷി നടത്തു. ഖൈബർ അവരുടെ പ്രദേശമായിരുന്നു. വിശ്വാസികൾ അത് കീഴടക്കി ശേഷം അവർക്ക് തന്നെ അത് തിരികെ നൽകി. പകരം എല്ലാ വർഷവും കൃത്യമായ നിശ്ചിതമായ ചുങ്കം ഇസ്ലാമിക് സ്റ്റേറ്റിന് നൽകണം എന്നതായിരുന്നു അതിന്റെ ഒരു നിലപാട്. അങ്ങനെ അബ്ദുല്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു അൻഹു അവിടെ ഒരിക്കൽ എത്തിയ സമയത്ത് ഈ ആളുകൾ അതിഗംഭീരമായ ഒരു സ്വീകരണം അദ്ദേഹത്തിന് നൽകി. വലിയൊരു സ്വീകരണം നൽകി. വലിയ വളരെ വില കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ അദ്ദേഹത്തിന് നൽകി. വില കൂടിയ സമ്മാനങ്ങൾ അദ്ദേഹത്തിന് നൽകി. ഇതൊക്കെ നൽകിയതിനു ശേഷം അദ്ദേഹത്തോട് അവർ പറഞ്ഞു, ഇതൊക്കെ താങ്കൾക്കുള്ളതാണ്. ഈ സ്വർണ്ണ നാണയങ്ങളും ഈ വില കൂടിയ വസ്തുക്കളൊക്കെ താങ്കൾക്കുള്ളതാണ്. താങ്കൾ മറ്റേ കാര്യത്തിൽ നമുക്ക് കുറച്ചൊരു ഇളവ് വരുത്തി തരണം. ആ ചുങ്കത്തിന്റെ വിഷയത്തിൽ ചെറിയൊരു ഇളവ് നമുക്ക് വരുത്തി തരണം എന്നവർ പറഞ്ഞു. ആ സമയത്ത് അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നക്കും ലമിൻ അബ്ഗദി ഖൽഖില്ലാഹി ഇലയ്യ. നിങ്ങൾ ഇപ്പോൾ ഈ ഭൂമുഖത്ത് എനിക്ക് ഏറ്റവും നികൃഷ്ടരായി തോന്നുന്ന, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടാത്ത ആളുകളാണ് ഇപ്പോൾ നിങ്ങൾ എന്റെ മുന്നിൽ. കാരണം അത്രമാത്രം മോശപ്പെട്ടൊരു കാര്യമാണ് നിങ്ങൾ ഈ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഈ ഭൂമുഖത്ത് ഏറ്റവും കോപമുള്ളത് നിങ്ങളോടാണ്. ശേഷം അദ്ദേഹം പറയാണ്, പക്ഷേ അത് എന്ന് കരുതി ഞാൻ നിങ്ങളോട് അനീതി ചെയ്യും എന്ന് നിങ്ങൾ കരുതരുത്. കൃത്യമായി നിശ്ചയിച്ചത് മാത്രമേ ഞാൻ നിങ്ങളിൽ നിന്ന് വാങ്ങുകയുള്ളൂ. ശേഷം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ സമയത്ത് അവരിലെ പ്രമുഖരായ ചില ആളുകൾ മറുപടി പറഞ്ഞു, ബിഹാദാ ഖാമത്തിസ് സമാവാതു വൽ അർദ്. ഇവരുടെ ഈ നിലപാട് കാരണമാണ് ആകാശവും ഭൂമിയും ഇന്നിവിടെ നിലനിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആകാശവും ഭൂമിയും നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ ശിക്ഷ ഒരു സമൂഹത്തിൽ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഈ അർത്ഥത്തിൽ ഒരു നീതിയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം ഇവിടെ രൂപപ്പെടേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നാം പ്രയത്നിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഗുണം കാരണമാണ് ഖുലഫാ റാഷിദീങ്ങളുടെ കാലത്ത് ഇസ്ലാമിന് ഇത്രമാത്രം വലിയ അഭിവൃദ്ധി ഉണ്ടായത്. ഒരിക്കൽ മദീനയിലേക്ക് പൊതുവിതരണത്തിന് വേണ്ടി വളരെ മേത്തരം തുണികൾ അവിടെ മദീന പള്ളിയിലേക്ക് എത്തുകയാണ്. എല്ലാ ആളുകൾക്കും തുല്യമായി അത് വീതിക്കപ്പെട്ടു. എല്ലാ ആളുകൾക്കും തുല്യമായി വീതിച്ചതുകൊണ്ട് തന്നെ അവർ അന്ന് സാധാരണ ധരിച്ചിരുന്ന അവർ ധരിച്ചിരുന്ന ആ ഒരു വസ്ത്രത്തിന്റെ അത്ര നീളം ആ തുണിക്ക് ഉണ്ടായിരുന്നില്ല. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു ഖുത്ബ പറയാൻ മിമ്പറിലേക്ക് കയറിയ സമയത്ത് അദ്ദേഹം ആ വസ്ത്രം കൊണ്ട് വലിയൊരു വസ്ത്രം തുന്നിയുണ്ടാക്കിയിരിക്കുന്നു. അവിടെ സദസ്സിലുണ്ടായിരുന്ന ഒരു സഹാബി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, താങ്കളെ ഞങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഞങ്ങൾ അനുസരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് മറുപടി പറയണം. ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചതുപോലെ തന്നെയല്ലേ നിങ്ങൾക്കും ഇതിൽ അർഹതയുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഒരു പൂർണ്ണമായ വസ്ത്രം ഈ തുണിയിൽ നിന്ന് നിങ്ങൾ തുന്നിയെടുത്തത്? ഇത് കേട്ട സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടിയില്ല. അദ്ദേഹത്തിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, മകനെ അതൊന്ന് വിശദീകരിച്ചു കൊടുക്കൂ. ആ സമയത്ത് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ എന്റെ വിഹിതം എന്റെ പിതാവിന് സമ്മാനമായി നൽകി. അത് രണ്ടും ഏച്ചുകെട്ടി തുന്നി അദ്ദേഹം ഒരു പൂർണ്ണ വസ്ത്രമാക്കിയതാണ്. ആ മറുപടി കേട്ടപ്പോ ആ സഹാബി പറഞ്ഞു, ഇനി ഞങ്ങൾ നിങ്ങൾ അനുസരിക്കാം, ഇനി നിങ്ങൾ പറഞ്ഞോളൂ, ഞങ്ങൾ കേൾക്കാം. യഥാർത്ഥത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നീതിയേക്കാൾ ഈ സംഭവത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു പാഠം, അനീതി കണ്ടു കഴിഞ്ഞാൽ അതാരായിരുന്നെങ്കിലും അത് ചോദിച്ചറിയുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്ന അവരുടെ ഒരു സമ്പ്രദായമാണ്, രീതിയെ കുറിച്ചാണ്. എത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് ഇത്ര ചെറിയ നിസാരമെന്ന് നമുക്ക് തോന്നുന്ന അനീതിയെ പോലും അവർ ചോദ്യം ചെയ്തിരുന്നത്. കാരണം അതിലാണ് ആ സമൂഹം നിലനിന്നിരുന്നത്. അതായിരുന്നു ആ സമൂഹത്തിന്റെ വിജയരഹസ്യം. അതിലായിരുന്നു അവരുടെ എല്ലാ ഖൈറുകളും ബറക്കത്തുകളും ഉണ്ടായത്. നീതിയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ഏതോ ഒരു ആഗോള വിഷയമായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, മറിച്ച് അത് നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. അടുക്കളയിൽ പുലരാത്ത നീതിയെക്കുറിച്ച് നമ്മൾ അങ്ങാടിയിൽ സംസാരിച്ചിട്ട് കാര്യമില്ല, സ്വപ്നം കണ്ടിട്ടും കാര്യമില്ല. നമ്മുടെ മക്കൾക്കിടയിൽ നീതിയുണ്ടോ എന്ന് നമ്മൾ ആദ്യം നോക്കണം. നമ്മുടെ കുടുംബത്തിൽ നാം നീതി പുലർത്തുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. നമ്മുടെ അയൽപ്പക്കക്കാരോട് നാം നീതിയിൽ അധിഷ്ഠിതമായ ജീവിതമാണോ സമീപനമാണോ സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ നോക്കണം. അവരുടെ വല്ല അവകാശങ്ങളും നമ്മൾ ധ്വംസിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ദേശത്ത്, നമ്മുടെ ലോകത്ത് ഇവിടങ്ങളിലൊക്കെയും അനീതിയുടെ കൂടെയാണോ നാം ഉള്ളത്, അതല്ല നീതിയുടെ പക്ഷത്താണോ നാം ഉള്ളത്? സൂക്ഷ്മതലം തൊട്ട് എല്ലാ തലങ്ങളിലും നാം പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. ഒരാൾക്ക് ഫറോവയാകാൻ സാധാരണ പറഞ്ഞു വെക്കാറുണ്ട്. ഒരാൾക്ക് ഫിറഔനായിട്ട് മാറാൻ അയാൾ പിരമിഡുകൾ ഉടമപ്പെടുത്തണമെന്നില്ല, മിസ്രിന്റെ അധിപനാകണമെന്നുമില്ല. മറിച്ച് അള്ളാഹു അയാൾക്ക് നൽകിയ ചെറിയൊരു അധികാരത്തിൽ അയാൾക്ക് ഫറോവയായിട്ട് മാറാൻ കഴിയും. അള്ളാഹു ഒരാൾക്ക്
നൽകിയ ചെറിയൊരു അധികാരത്തിൽ, അത് ചിലപ്പോൾ കുടുംബത്തിന് അധികാരമാകാം, ചെറിയൊരു നാട്ടിന് അധികാരമാകാം, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ അധികാരമാകാം. അവിടെ ഒരാൾക്ക് ഫറോവയും അബൂജഹലുമായിട്ട് മാറാൻ കഴിയും. ദുൽമ് അതെപ്പോഴും ദുൽമാണ്. അത് ആര് ചെയ്താലും ഏത് തോതിൽ ചെയ്താലും മറ്റുള്ളവരുടെ അവകാശം നാം ധ്വംസിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ കണ്ണിൽ എല്ലാം ഒരുപോലെയാണ്. അത് ദുൽമാണ്. അത് ആര് ചെയ്താലും ഫറോവ ചെയ്യുന്നതും ദുൽമ തന്നെ, അബൂജഹൽ ചെയ്തതും ദുൽമ തന്നെ, നാം നമ്മുടെ കുടുംബത്തിൽ ചെയ്യുന്ന ദുൽമും അത് ദുൽമാണ്. അള്ളാഹുവിനെ അനിഷ്ടകരമായ, അള്ളാഹു വെറുക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരായ ആളുകളെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. അള്ളാഹു മുഖ്സിതീങ്ങളെ, നീതിപൂർവ്വം വർത്തിക്കുന്ന ആളുകളെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഇബ്നു തൈമിയ റഹിമഹുല്ലയെ പോലെയുള്ള ചില പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നുണ്ട്, അള്ളാഹുവിന് നീതി എത്രമാത്രം ഇഷ്ടമാണെന്നാൽ ഒരു സമൂഹം അവർ അവിശ്വാസികളാണെങ്കിൽ പോലും അവർ ഒരു നാട്ടിൽ, അവരുടെ രാജ്യത്ത് നീതിയിൽ അധിഷ്ഠിതമായ സംവിധാനങ്ങളെ ക്രമീകരിക്കുകയാണെങ്കിൽ അള്ളാഹു അവരിൽ ബറക്കത്ത് ഇറക്കും, അള്ളാഹു അവരിൽ അഭിവൃദ്ധി ഉണ്ടാക്കും, അള്ളാഹു അവർക്ക് വിജയം സമ്മാനിക്കും. ഒരു സമൂഹം, ഒരു സാമ്രാജ്യം അത് മുസ്ലിമീങ്ങളാണ്, അള്ളാഹു വിശ്വസിക്കുന്നവരാണ്, പക്ഷേ അത് നീതിയിൽ അധിഷ്ഠിതമല്ലെങ്കിൽ ഒരർത്ഥത്തിലുള്ള ഖൈറോ ബറക്കത്തോ ഒരർത്ഥത്തിലുള്ള അഭിവൃദ്ധിയോ അള്ളാഹു അവർക്ക് നൽകുകയില്ല എന്ന് ഇബ്നു തൈമിയ റഹിമഹുല്ല പറഞ്ഞു വെച്ചത് നമുക്ക് കാണാം. നമുക്ക് ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തെ സംബന്ധിച്ച് പറയാതെ തന്നെ നമുക്കറിയാം, നമ്മുടെ രാജ്യം ഇന്ന് വലിയ ഒരു അട്ടിമറിയിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു അട്ടിമറി നമ്മുടെ രാജ്യത്ത് പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്ര ഭീകരമായ അട്ടിമറി ഒരുപക്ഷെ എവിടെ നടന്നിട്ടുണ്ടാവുകയില്ല. അതിനേക്കാൾ ഗുരുതരമായ കാര്യം, അതൊക്കെ ഇന്ന് സാധാരണവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ശബ്ദിക്കേണ്ടത് നമ്മുടെ ആവശ്യമല്ല, അത് നമ്മെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന വലിയൊരു തെറ്റിദ്ധാരണയിൽ ഇന്നും നാം ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതികഠിനമായ, അതിഗുരുതരമായ, ഗൗരവകരമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അതിശക്തമായ നിലപാടുകൾ നാം ഉണരണം, അതിശക്തമായ നിലപാടുകൾ നാം സ്വീകരിക്കണം. അനീതിക്കെതിരിൽ, സത്യത്തിന് അനീതിക്കെതിരിൽ, അധർമ്മത്തിനെതിരിൽ, അക്രമത്തിനെതിരിൽ, അരികുവൽക്കരിക്കപ്പെടുന്നവർക്ക് വേണ്ടി, ആക്രമിക്കപ്പെടുന്നവർക്ക് വേണ്ടി, വേദനിക്കുന്നവർക്ക് വേണ്ടി, ഒറ്റപ്പെടുത്തപ്പെടുന്നവർക്ക് വേണ്ടി, വീട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കപ്പെടുന്നവർക്ക് വേണ്ടി, വീട്ടിൽ നിന്ന് ആട്ടി ഓടിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി, രാജ്യത്ത് ഒരർത്ഥത്തിലുള്ള അർഹതയോ രാജ്യത്ത് ജീവിക്കാനുള്ള സ്ഥാനമോ അർഹതയോ അവകാശവും ഇല്ല എന്ന് പറയപ്പെടുന്നവർക്ക് വേണ്ടി നമുക്ക് നിലപാട് സ്വീകരിക്കാൻ സാധിക്കണം. അവർക്ക് വേണ്ടി നമുക്ക് ജീവിക്കാൻ കഴിയണം. അത് ഏത് രംഗങ്ങളിലാണെങ്കിലും നാം നീതിയുടെ പക്ഷത്താകണം. അത് രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല, അത് സാമ്പത്തിക രംഗത്താകട്ടെ, ആരോഗ്യ മേഖലയിലാകട്ടെ, സാമൂഹിക മണ്ഡലങ്ങളിലാകട്ടെ, വിദ്യാഭ്യാസ മേഖലകളിലാകട്ടെ, കുടുംബ മേഖലകളിലാകട്ടെ, മതപരമായ മേഖലകളിലാണെങ്കിൽ പോലും ഈ മേഖലകളിൽ എവിടെയെങ്കിലും ചൂഷണവും അക്രമവും അനീതിയും ഉണ്ടെങ്കിൽ അതിനെതിരിൽ നിലപാട് സ്വീകരിക്കാനും നിലകൊള്ളാനും നമ്മുടെ ആദർശം നമ്മെ പ്രചോദിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് ഇസ്ലാമിന്റെ അന്തസത്ത ഉൾക്കൊണ്ടതായിട്ട് നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അർത്ഥത്തിൽ ഇസ്ലാമിക മൂല്യങ്ങളെ പൂർണ്ണാർത്ഥത്തിൽ ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കാനും ഉൾക്കൊള്ളാനും അത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കാനും അതിനുവേണ്ടി പ്രയത്നിക്കാനും യത്നിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.